ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പുപുളി അച്ചാറാണ്. ഞാനപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മരത്തിൽ നിന്നുള്ള ഇരുമ്പുപുളി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇരുമ്പുപുളി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത് ഇരുമ്പുപുളിയിൽ കുറച്ച് ഉപ്പും കൂടെ തിരുമ്മിയിട്ട് കുറച്ച് വെയിലത്ത് വെച്ച് 1-2 മണിക്കൂർ ഒന്ന് വാട്ടിയെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് മാങ്ങ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കായം, കുറച്ച് ഉലുവ, കുറച്ച് കടുക്, കുറച്ച് വേപ്പില, ഈ 4 കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉണ്ടാക്കി അന്ന് തന്നെ കഴിച്ചാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിച്ച് നോക്കിയാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ചൂടാക്കിയ ഐറ്റംസൊക്കെ ഒന്ന് ചൂടാറട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പൊടിച്ചെടുക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ കുറച്ച് അധികം ഉണ്ടാണെങ്കിൽ നമ്മുടെ അച്ചാറിന് ടേസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിക്കൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് സാദാ മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പൊടികളിലേക്ക് ഒരു പച്ചമണം ഒന്ന് കുറച്ച് മാറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ റെഡിയാക്കി വെച്ച കായം, ഉലുവ, കടുക്, വേപ്പില അതെല്ലാം പൊടിച്ചൊരു മിക്സില്ലേ, ആ മിക്സാണ് കേട്ടോ ഇതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത്. അതും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് കുറച്ച് പച്ചവെള്ളമാണ് കേട്ടോ. വിനീഗർ ഉള്ളവർക്ക് വിനീഗർ ഒഴിക്കാം. ഞാനിവിടെ വിനീഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇരുമ്പുപുളി മാങ്ങ മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിവിടെ അഡീഷണലായിട്ട് ഉപ്പ് ഇടണില്ല കേട്ടോ. ഇൻ കേസ് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ അച്ചാർ കേടുകൂടാതെ ഇരുന്നോളും.